ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഖാദിർ കരിപ്പൊടിക്കെതിരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഏവർക്കും വിപിൻലാൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവർ പ്രത്യേകം മറക്കരുത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരാം. ഖാദിർ കരിപ്പൊടി പറഞ്ഞു പത്മജ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഒരു 13-15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കണ്ടിട്ട്. ഞാൻ അത്രയായിട്ടേ ഉള്ളൂ അദ്ദേഹം വീഡിയോ ഇട്ടിട്ടു. എടാ ചങ്ങായി, നീ എന്താണ് ഈ വീഡിയോ ഇടുന്നത്? ഒരുപാട് ഇത്തരത്തിലുള്ള വിദ്വേഷ വീഡിയോകളാണോ ഇടേണ്ടത് യൂട്യൂബിൽ? ഈ വിദ്വേഷ പ്രചരണങ്ങളാണോ നിന്നെ പോലുള്ള ആൾക്കാരൊക്കെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്? പത്മജ കരയാണ് പോലെ ചാണകം എന്ന് വിളിച്ചിട്ട്. എടാ, ചാണകം മേയ്ക്കിയ വീട്ടിലാണ് ഞങ്ങളൊക്കെ ഒരുപാട് താമസിച്ചിട്ടുള്ളത് പണ്ട്, മനസ്സിലായോ? നീ അത് മനസ്സിലാക്കണം. പക്ഷെ ചാണകം തിന്നുന്ന, ചാണകം കൊറോണ മാറ്റെന്ന് പറയുന്ന ആൾക്കാരെ, വിവരം കെട്ട ആൾക്കാരൊപ്പം നിൽക്കല്ല നമ്മൾ. അപ്പൊ നീ അത് മലയാളികളാണ് ഇത് പറയുന്നത്, നീ മലയാളികളോടാണ് പറയുന്നത്, നീ ഓർക്കണം, മനസ്സിലായോ? പിന്നെന്ന് പറയാനുള്ളത്, പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന പല ആൾക്കാരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ആൾക്കാരുണ്ട്, കോൺഗ്രസ് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പോയ ആൾക്കാരുണ്ട്. അത് ഇന്ത്യ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ഈ വയനാട്, കോഴിക്കോട് ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഉണ്ട്, മരണപ്പെട്ടു പോയ ആളുണ്ട്, മനസ്സിലായോ? ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. നിലപ്പോലത്തെ അത്ര കൂടെയല്ല, മനസ്സിലായില്ലേ? ഈ ഇമാതിരി വിദ്വേഷ പ്രസംഗങ്ങളല്ല ചെയ്യേണ്ടത്. ഈ സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ, സുരേഷ് ഗോപി ഒന്ന് തുമ്മിയാൽ പോലും വീഡിയോ ഇടുന്ന ആളാണ്. നിന്നോടൊക്കെ അയാൾ എന്താ ചെയ്ത്? ഒരു വാസുവേട്ടനെ പിടിച്ചുകൊണ്ട് നീ ഇരുത്തിയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട്. അത്രത്തോളാണെങ്കിൽ നിനക്ക് അങ്ങ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങൊലത്ത്. അതല്ലേ നീ ചെയ്യേണ്ടത്? നീ ചെയ്ത് കാണിക്കും. നീ ആ വാസുവേട്ടന്റെ കാര്യത്തിൽ നീ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ കേട്ടിട്ടുണ്ടോ? സുരേഷ് ഗോപിക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടാവും. എത്ര ആൾക്കാർക്ക് അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിനക്കറിയോ സുരേഷ് ഗോപി? അത്രയും നല്ലൊരു പച്ചയായ മനുഷ്യനെതിരെയാണ് നീ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് BJP ഇഷ്ടമല്ലായിരിക്കാം, BJPയോട് എനിക്ക് ചിലപ്പം പല വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് അവരുടെ പ്രസ്ഥാനത്തിന്റെ, അവരെ ആ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലാണ്ട് അവരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ. കുറെ ദിവസമായി ഞാൻ നിനക്കെതിരെ ഒരു വീഡിയോ ഇടണമെന്ന് തീരുമാനിച്ചിട്ട്. അപ്പൊ ഇത്തരത്തിലല്ല പോകേണ്ടത്. വാസേട്ടന്റെ കാര്യത്തിൽ തന്നെ നീ സുരേഷ് ഗോപിയോടും ചോദിക്കണം എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. നീ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് നിന്റെ ഒരു കാറിലുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇതിലൊക്കെ ആ വീഡിയോ ഇട്ടതാണ്. ഷിയാബിനൊക്കെ കൊണ്ടുവന്നിട്ട് മുതുകാടിനെ അങ്ങ് കൊലത്താന്ന് പറഞ്ഞിട്ട്. മുതുകാടിന്റെ ആ വീഡിയോ ഒക്കെ ഇട്ടത് മുതുകാടിനെതിരെ നിങ്ങൾ സംസാരിച്ചിട്ട് എന്തായി? മുതുകാട് ഇപ്പൊ ജയിലായിരിക്കും അല്ലേ? സുനിത ദേവദാസും നീയും സീക്രട്ട് ഏജന്റും മറ്റു പലരും ആൾക്കാരും യൂട്യൂബിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വീരവാദം മുഴക്കിയിരുന്നു ഒരുപാട് കാലം. അപ്പൊ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാനുള്ളൂ, ഇവരൊക്കെ ഇത്രയും വിവരം കെട്ട ഇത്രയും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതും നല്ല നല്ല സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നതും ഇവർക്കൊക്കെ ബിനാമികളുണ്ട്. ഒരുപാട് പണങ്ങൾ വാങ്ങിയിട്ടുള്ള പരിപാടികളാണിത്. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മറ്റുള്ള ആൾക്കാരും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും. ഇത്തരത്തിലുള്ള ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടല്ല നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. അത് ആദ്യം തിരിച്ചറിയാം, മനസ്സിലായില്ലേ? ഒരുപാട് വീഡിയോ ആയി ഞാൻ ഇങ്ങനെ കാണുന്നത് ഖാദിർ കരിപ്പൊടിന്റെ. തുമ്മിയാലും തെറിച്ചാലും എന്ന് പറഞ്ഞ മാതിരി പല വീഡിയോകളും സുരേഷ് ഗോപിക്കെതിരെ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പേടിയാണോ? സുരേഷ് ഗോപി ജയിക്കുന്നുള്ള പേടിയാണോ നിനക്ക്? അതുകൊണ്ടാണ് അങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നേടുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പഷ്ടമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അതിലൂടെ വിലയിരുത്തിയിട്ട് വേണം പറയാൻ. നീ ഇപ്പൊ പത്മജന്റെ കാര്യത്തിൽ പറഞ്ഞ പത്മജ കരയുകയാണെങ്കിൽ ആണെന്ന് വിളിച്ചിട്ട് നിന്റെ അതിൽ തന്നെ കാണിച്ചു. നീ പത്മജ അങ്ങനെ കരയുന്നതോ പത്മജ അങ്ങനെ വിളിക്കുന്നതിനെതിരെ അത് മോശമായി പോയി അവള് പത്മജ പറഞ്ഞോ? ഇല്ല. പത്മജ പറഞ്ഞത് എന്താ? ഞങ്ങളൊക്കെ ചാണകം വലിയ വീട്ടിലാണ് താമസിച്ചത്. അതാണ്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ, നമ്മളൊക്കെ പണ്ടൊക്കെ, ഞാനൊക്കെ താമസിച്ച വീട് ചാണകം വൈകിട്ടുള്ള വീട്ടിലാണ്, മനസ്സിലായോ? അത് വിചാരിച്ചിട്ട് ചാണകം തിന്നാൻ പോയിട്ടൊന്നുമില്ല. ഗോമൂത്രമൊക്കെ പല ആയുർവേദ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അത് എന്താണെന്നോ കൂടുതലായിട്ട് നമുക്കറിയില്ല.
അപ്പൊ അങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾക്കൊന്നും നമ്മളൊന്നും സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷെ അത് ഈ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നീ വന്നിട്ട് ചാണകം ചവിട്ടി ചാണകത്തിൽ കരയാണ് പത്മജ, ഇത്തരത്തിലൊക്കെ ഇതിട്ട് നിന്റെ യൂട്യൂബിൽ ഇടുന്നത് കൂടുതൽ ആൾക്കാർ കാണണമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും നീ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടല്ല നമ്മൾ എന്താക്കേണ്ടത്, സബ്സ്ക്രൈബേഴ്സിനെയും മറ്റുള്ള ചാനലിലെ വ്യൂസും കൂട്ടേണ്ടത്. മനസ്സിലായില്ലേ? വരുമാനം ഉണ്ടാക്കേണ്ടത്. നിനക്ക് വാസേട്ടൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കും നീ ആദ്യം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും, സുരേഷ് ഗോപിനോട് ചോദിക്കും, ഇത് എന്താണ് സംഭവം, ഇങ്ങനെ ഒരു ആൾ ഇത്തരത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം നിനക്ക് വേണം. അത് കാണിച്ചിട്ട് വേണം, അതും കൂടി കാണിച്ചിട്ട് അതും കൂടി കൊടുത്തിട്ട് വേണം. ഏതൊരു മാധ്യമമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള ഏതൊരു പ്രമുഖ മാധ്യമങ്ങളായിട്ടുണ്ടെങ്കിലും അത് അവരങ്ങനെ കാണിച്ചിട്ടാണ് അവരോടുള്ള അഭിപ്രായം ചോദിക്കും, മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കും. ഇവിടെ ഏതൊരു നീതിന്യായ കോടതിയിലാണെങ്കിലും ശരി, ഒരാളെ കൊന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും രണ്ടും സ്ഥലത്തുനിന്നും വാദിച്ചിട്ടാണ് ലാസ്റ്റ് വിധി പറയുന്നത്. അപ്പൊ നീ സ്വയം തന്നെ അങ്ങ് തീരുമാനിക്കുകയാണോ എല്ലാ കാര്യങ്ങളും? അതാണോ വേണ്ടത്? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് അത്യാവശ്യമുള്ള വിവരവും ഇല്ലേ? അത്രയും ഒരുപാട് ആൾക്കാർ മിനിറ്റുകൾക്കൊക്കെ നിന്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്? നീ പരച്ചാണകാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാതിർ കരിപ്പൊടിയായ നീ വലിയ വീരവാദമൊക്കെ ഇളക്കി വന്നിട്ടുണ്ടായിരുന്നു മുതുകാടിന്റെ ആ ഒരു എനിക്കറിയാം. സീക്രട്ട് ഏജന്റും നീയും പിന്നെ ഷിയാബിനെ കൊണ്ടിട്ട് കാറിൽ ഒരു സംസാരം നീ സംസാരിച്ചു. നീ ഇപ്പൊ പറയുന്നത് എന്താ സർവേയില് ഇന്ത്യ മുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എവിടെയാണ് നീ ഇതൊക്കെ കണ്ടത്? നിനക്കത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സാധാരണ ഒരു ബോധമുള്ള ഏതൊരാളും ഈ ഒരു സംസാരം എന്തായാലും സംസാരിക്കില്ല. എന്താണെന്നുണ്ടെങ്കിൽ സ്പഷ്ടമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചവറ്റുകൊട്ടയിലേക്കുള്ള ഒരു മുന്നണി ആയിട്ടാണ് മാറുന്നത്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അത് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ മുന്നണി ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനത്തെ ഒരു അവിയൽ സംഘടന, അവിയൽ മുന്നണി ഉണ്ടായതുകൊണ്ട് എന്താ കാര്യം? അവരെന്നെ ഭരണത്തിലേക്ക് എത്താൻ വിചാരിച്ചോ? ഒരു 270 സംതിങ് ആ മാജിക്കൽ നമ്പറിലേക്ക് എത്തിയിട്ട് അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കസാരയ്ക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നതായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. പല അഡ്ജസ്റ്റ്മെന്റുകളും ഭരണത്തിൽ ഉണ്ടാവുക. അഴിമതി കൊടി കുത്തി വാഴുന്നൊരു രീതിയിലേക്കായിരിക്കും പോവുക. ആ ഒരു രീതിയിൽ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. എന്താണ് ഒരൊറ്റ ആള് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവര് മന്ത്രിസഭ താഴെ പോകും. ആ ഒരു രീതിയിലുള്ള ഭരണമാണോ നമുക്ക് വേണ്ടത്? അങ്ങനത്തെ ഒരു ഭരണേ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. ഒരു ഒരു യാഥാസ്ഥിക ബോധമുള്ള ഒരാളും അത് ചിന്തിക്കില്ല. അപ്പൊ നീയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലായതുകൊണ്ട് നല്ല വൃത്തിയുള്ള വീഡിയോസുകളുണ്ട്. അപ്പൊ അതാണ് നിന്നൊക്കെ അഡ്വൈസ് ചെയ്യാനുള്ളത്. അത്യാവശ്യം വിവരം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്നെങ്കിലും അത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകൾ നീ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ പ്രേക്ഷകരൊക്കെ അത് കാണണം. എന്താണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളോ ഇത്തരത്തിലുള്ള വൃത്തികെട്ട അല്ലെങ്കിൽ വിദേശ പ്രചരണങ്ങളോ നടത്തുന്ന വീഡിയോസുകളല്ല നമ്മൾ കാണുന്നത്. നമ്മൾ യാഥാർത്ഥിക ബോധത്തോടെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. BJP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. കാരണം നമുക്കത് മലയാളികൾക്ക് കൂടുതൽ അത് മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ മാസത്തിൽ 2000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില് കർഷകർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരല്ല, കൂലിപ്പണിക്കാരനായിരിക്കും വാങ്ങുന്നത് കർഷകനെന്നും പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, അത് അവിടെയുള്ള ആൾക്കാരും വാങ്ങുന്നുണ്ട്. ആരോ കിട്ടുന്നവരൊക്കെ ആ ആനുകൂല്യം വാങ്ങട്ടെ. നമ്മളെ ടാക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണല്ലോ നമുക്കത് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ കിട്ടുന്നത് നമ്മൾ ഒന്ന് അവലോകനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുന്നതന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുച്ഛമായ പൈസ. എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനായാലും 2 ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ 2000 കിട്ടും. 2000 2 ദിവസം പണിയെടുത്ത പൈസയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത്തരത്തിലല്ല അവിടെ ഉള്ള ആൾക്കാര്. ഇപ്പൊ അത് 12,000 ആയിട്ട് ഉയർത്തുന്നു പറയുന്നു, ഇരട്ടിയായിട്ട് ഉയർത്തുന്നു. അപ്പോ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുച്ഛമായ വേതനമാണ്. 130, 230, ഏറിയാലൊരു 300. ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു 2000 രൂപ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തെ പണിക്കൂലിണ്ട് ഒന്ന് ചിന്തിച്ചാൽ പോരെ. ചെറിയൊരു എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞിവിടെ നിർത്തുകയാണ്. കക്കൂസിന്റെ കാര്യം എടുക്കാം. എന്റെ വീട്ടിൽ തന്നെ പുറത്തൊരു കക്കൂസ് ഉണ്ട്, ഉള്ളിൽ ഇപ്പൊ ഒരു കക്കൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കക്കൂസും കൂടി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ 2 കക്കൂസ് ഉണ്ടാവും.
അതേമാതിരി തന്നെ ഞാനിപ്പോ പണിയെടുക്കുന്ന പുരയിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ പണിയെടുത്ത് വരുന്ന പുരയിൽ മുകളിലെ റൂമിൽ തന്നെ രണ്ട് റൂമിലും കക്കൂസ് ഉണ്ട്, താഴത്തുള്ള 4 റൂമിലും കക്കൂസ് ഉണ്ട്, പിന്നെ പുറത്തൊരു കക്കൂസും ഉണ്ട്. അപ്പൊ എത്രയും 4ഉം 2ഉം 6ഉം 1 7 കക്കൂസാണ് ആ വീട്ടിലുള്ളത്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല സ്ഥിതി. പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പുലച്ചന്നെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനോ മറ്റോ. അല്ലാതെ ചില ആൾക്കാരൊക്കെ പുറത്ത് തന്നെ രാവിലെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ മൂത്രമൊഴിക്കുന്ന അങ്ങനത്തെ പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ത്രീകളും അതേ രീതിയിലാണോ? അവർ പിടിച്ചു വെച്ചിട്ട് പിന്നെ രാത്രി ആവണം ഒന്ന് പോയിട്ട് കാര്യം സാധിക്കാൻ. അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം കൂടി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കും. നമുക്കിവിടെ ഇല്ലാത്തൊരു കാര്യം എത്തരത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്താവും, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളും നിനക്കിഷ്ടമല്ല എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതോ അല്ലെ അവരെല്ലാതാക്കാൻ എന്തെങ്കിലും അവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളോ അത്തരത്തിലുള്ള വീഡിയോസ് ഇടാതിരിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ വീഡിയോ ശ്രമിച്ച ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.